എന്റെ KL46T 3622 എന്ന വാഗനർ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. കെ മുരളീധരൻ ജയിക്കുമെന്നാണ് എന്റെ ഈ മാരുതി സ്വിഫ്റ്റ് ഡിസയർ ബാജുന് കൈമാറുന്നതാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇലക്ഷനാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ടെൻഷൻ അടിച്ച് നടക്കുന്ന വിഷയവും ഇലക്ഷന്റെ റിസൾട്ട് ആലോചിച്ചിട്ടാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇലക്ഷനാണ്. ഒരുപാട് കാലത്തെ രാഹുൽ ഗാന്ധിയുടെ അധ്വാനം ഫലം കിട്ടിയോ ഇല്ലേ എന്നുള്ളതിന്റെ കാത്തിരിപ്പിലാണ് ഇപ്പോഴും പല ആളുകളും. നമുക്കറിയാം, കോൺഗ്രസ് എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ തിരിച്ചു വരണോ എന്നുള്ള ആഗ്രഹത്തോടു കൂടെ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം പോലും നോക്കാതെ ഇന്ത്യയിൽ മൊത്തം കാൽനടയായിട്ട് സഞ്ചരിച്ച്, പണ്ട് മഹാത്മാഗാന്ധി ആയിരുന്നു ദണ്ഡി മാർച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി കാൽനടയായി നടത്തി ഒരു വലിയ ക്യാമ്പയിനിങ്, ഒരു വലിയ മെസ്സേജാണ് ഇന്ത്യയുടെ മുന്നിൽ വെച്ചത്. ഒരു വലിയ റിക്വസ്റ്റ് ആണ് ഇന്ത്യൻ ജനതയ്ക്ക് കൊടുത്തത്. അപ്പൊ എന്തായാലും കഴിഞ്ഞ 2 സീക്വൻസുകളിലായിട്ട് NDA തന്നെ ജയിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ മൂന്നാമതും NDA തന്നെ തിരിച്ചു വരുമോ? അതല്ല രാഹുൽ ഗാന്ധിയുടെ പരിശ്രമത്തിന്, കോൺഗ്രസിന്റെ മഹത്തായ ഒരു കൂട്ടായ്മയ്ക്ക്, ഇന്ത്യയുടെ ഒരു ഒത്തുചേരലിന് എന്തൊക്കെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം? ഇന്ത്യ ജയിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ്, ഡൗട്ട്സ് എല്ലാം ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ്റെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇങ്ങനെ അക്ഷമരായിക്കൊണ്ട്, എന്താ പറയുക, ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് റിസൾട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അത്രയ്ക്കും ആളുകളുടെ ഉള്ളിൽ ഹോപ്പുണ്ട്, എങ്ങനെയെങ്കിലും ഈ ഫാഷിസ്റ്റ് ഗവൺമെൻറ് പോയിട്ട് തിരിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഡെമോക്രാറ്റിക് കൺട്രി തിരിച്ചു വരുന്നുള്ളത്. ഇപ്പം ഇന്ത്യ നമുക്കറിയാം ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വോട്ടിലൂടെയാണ് ആളുകൾ ആര് നമ്മളെ ഭരിക്കണമെന്നുള്ള കാര്യം തീരുമാനിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട്. NDAനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ NDA ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇന്ത്യ സഖ്യം ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ഭാഗത്തു നിന്നും അമിതമായിട്ടുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടുള്ള ഒരു ഇലക്ഷനാണെന്ന് പറയാം. ഓരോ പ്രാവശ്യം നമ്മൾ കവലപ്രസംഗങ്ങൾ കേൾക്കുന്ന സമയത്തും ആളുകൾ പറയാറുണ്ട് ഈ ഇലക്ഷൻ വളരെ നിർണായകമാണ് എന്നുള്ളത്. മൂന്നാമത്തെ പ്രാവശ്യം BJP പവറിൽ കയറി കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താവുന്നോ യാതൊരു പിടുത്തമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴും അത് കോൺഗ്രസിന് കിട്ടുമോ അതല്ല BJP കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷേ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബെറ്റുകളും ഒരുപാട് സംവാദങ്ങളും കാര്യങ്ങളെല്ലാം അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു വലിയ തെളിവാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആളുകൾ ഒരുപാട് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ജയിക്കും, ഇയാൾ തോൽക്കും, ഇയാൾ ജയിക്കും, അയാൾ തോൽക്കും, അങ്ങനെ ഒരുപാട് ബെറ്റുകൾ കാര്യങ്ങൾ പറയാം. ഒരു മത്സരം, ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് പല ആളുകൾക്കും ഒരു മത്സരം പോലെയാണ്. അപ്പോൾ ഈ മത്സരത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതൊരു ഹരമാണ് ആളുകൾക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ബെറ്റുകളും ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു രസകരമായ ബെറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, തുടർച്ചയായി 3ാമത്തെ തവണ തൃശ്ശൂരിൽ മത്സരിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിയാണ്. 2 പ്രാവശ്യം വളരെ നൈസായിട്ട് അദ്ദേഹം തോറ്റു തുന്നം പാടി. പക്ഷെ ഇപ്രാവശ്യം തൃശ്ശൂർ അങ്ങ് എടുക്കുക എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അദ്ദേഹം അക്ഷരം പ്രതി ഇപ്രാവശ്യം അത് ചെയ്തു എന്നുള്ളത്. തൃശ്ശൂർ അദ്ദേഹം അങ്ങോട്ട് എടുത്തു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നേ 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള ബെറ്റാണ്. അതിലൊരാൾ പറയുന്നുണ്ട് സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വാഗനർ നിനക്ക് തരാം, അപ്പുറത്തേക്ക് നാളെ സുരേഷ് ഗോപി തോൽക്കുകയാണെങ്കിൽ എൻ്റെ വണ്ടി നിനക്ക് തരാമെന്നും പറഞ്ഞിട്ട് ഭയങ്കര പൂര ബെറ്റാണ്. അപ്പം എന്തായാലും ആ ബെറ്റിന്റെ വിഷയം ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ KL46T 3622 എന്ന വാഗനർ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. കെ മുരളീധരൻ ജയിക്കുമെന്നാണ് എന്റെ ഈ മാരുതി സ്വിഫ്റ്റ് ഡിസയർ ബാജുന് കൈമാറുന്നതാണ്. ഈ ബെറ്റിന്റെ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോർ യു, ഷെരീഫ് ചൈതന്യ, മണികണ്ഠൻ, അജിത്ത്, നമ്മളെ സ്വന്തം ചാവക്കാരന്റെ അച്ചപ്പു എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നാളെ ഈ ബെറ്റിന്റെ സാക്ഷികളെ ഈ ചാവി, ഞങ്ങളുടെ 2 പേരുടെ ചാവിയും ബിഫോർ യു ഷാജഹാന് കൈമാറും. ഇന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വന്ന എക്സിപ്പോകളുടെ അടിസ്ഥാനത്തിലൊക്കെ
ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബിജെപിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിന് അതൊരു ബെറ്റിലേക്ക് കലാശിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് കെ മുരളീധരൻ, സുരേഷ് ഗോപിക്ക് കെ മുരളീധരൻ. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഇവര് രണ്ട് സുഹൃത്തുക്കളാണ് കേട്ടോ. രണ്ടുപേരും ഡിഫറെന്റ് പാർട്ടീസ് ആണ്. ഒരാള് ഇന്ത്യ സപ്പോർട്ടറും ഒരാള് NDA സപ്പോർട്ടറുമാണ്. അപ്പൊ ഇവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ഇവരുടെ ഇടയിലാണ് ബെറ്റ്. ഈ ബെറ്റ് ആർക്ക് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ചിരി നമ്മുടെ മനസ്സിൽ വിരിയും. കാരണം ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ കൂടെ ഇവര് എടുത്തൊരു ബെറ്റ്, സാധാരണ 1000 രൂപ 2000 രൂപയ്ക്കാണ് ബെറ്റ് വെക്കാറുള്ളത്. കാറ് വെച്ചിട്ട് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു സാധനം വെച്ചിട്ടാണ് ഇവർ ബെറ്റ് വെക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എന്തായാലും ചെറുതായിട്ടൊരു തമാശയൊക്കെ ഫീൽ ചെയ്തതിനകത്ത്. പിന്നെ ഈ രണ്ടാളുകളും രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെപ്രസെൻറ്റേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ ഈ ബെറ്റ് വെക്കുന്നതിന് മുന്നേ വരെ രണ്ടുപേർക്കും ഭയങ്കര വിശ്വാസമാണ് സുരേഷ് ഗോപി ജയിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ NDAന്റെ ആള് വിചാരിക്കും NDAന്റെ ആള് ജയിക്കുന്നു, ഇന്ത്യയുടെ ആള് ചിന്തിക്കുന്നു ഇന്ത്യ ജയിക്കും എന്നുള്ളത്. അങ്ങനെ രണ്ടുപേർക്കും അവരുടെ പാർട്ടിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ബെറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ കാറ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും സുരേഷ് ഗോപി ജയിച്ചു. തൃശ്ശൂർ അദ്ദേഹം അങ്ങോട്ട് എടുത്തു. അപ്പൊ ആ വാഗനർ നഷ്ടപ്പെട്ട ആൾക്ക് അതൊരു നഷ്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇത് എലക്ഷന്റെ ചില തമാശകളായിട്ട് നമ്മൾക്കിത് കൂട്ടാം. പക്ഷേ ഇതിന് പിറകിൽ ഒരു വലിയൊരു മെസ്സേജ് അല്ലാതെ വലിയൊരു കാര്യം ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഓരോ ആളുകളുടെയും ചിന്താഗതി ഇന്ത്യ വരണം, അതല്ലാന്നുണ്ടെങ്കിൽ NDA പോകണം എന്നൊക്കെയുള്ള വലിയ ചിന്താഗതികളുടെയൊക്കെ ഫലമായിട്ടാണ് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു തമാശകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.